നമ്മളെ കല്യാണാലോചന തകൃതിമയായിട്ട് നടക്കണ്ടല്ലേ? തകൃതിമയാ? തകൃതി അങ്ങനെ ഇവിടെ ഈ നാട്ടിൽ പറയുന്നത്. ആ നടക്കുന്നുണ്ട് അത്. ശരിക്കും ഞാൻ ഓർത്തല്ല, എനിക്ക് ഇപ്പോഴൊന്നും എൻ്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 37 വയസ്സിന് മുമ്പ് കല്യാണം നടത്തണമെന്നുള്ളതാണ്. വാട്സാപ്പിലുണ്ടോ? ഇല്ല, ഷാപ്പിലൊന്നും അങ്ങനെ പോകാറില്ല. അയ്യോ, ഷാപ്പല്ല, വാട്സാപ്പ് ഫോണില്. അയ്യോ അതിലുണ്ട്. ഫേസ്ബുക്കിലുണ്ട്. അപ്പൊ ഇനി എന്നും നമുക്ക് ചാറ്റ് ചെയ്യാല്ലേ? ചാറ്റ് ചെയ്യുന്നതിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എന്നെ ചീറ്റ് ചെയ്യരുത്. ചേട്ടാ, എന്റെ വീട്ടിൽ നിന്ന് ചേട്ടന്റെ വീട് കാണാനായിട്ട് ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞേ, ചേട്ടന്റെ വീടിന് ചുറ്റിനും മതിലും ഇല്ല, വേലിയും ഇല്ല. അതേട്ടാ നിങ്ങളുടെ വീടിന് വേലിയിട്ടാത്തത്? അത് വേറൊന്നുമല്ല, ഈ ഞാൻ കല്യാണം കഴിച്ച് വീട്ടിൽ പെണ്ണിനെ കൊണ്ടുവരുമല്ലോ, അപ്പൊ കൊണ്ടുവരാൻ നേരത്ത് ഈ വരുന്ന പെണ്ണ് വേലിയാടി പോയാലോ എന്നൊരു പേടി. ആ ഒരു പേടിക്ക് വേണ്ടി ഞങ്ങൾ കെട്ടാത്ത. അത് മാത്രമല്ല, ജീവിതത്തിൽ വേറൊരു അനുഭവം കൂടി കിടക്കുന്നുണ്ട്. അമ്മ പണ്ട് ഒരു ക്ലബ്ബിൽ മത്സരത്തിൽ തവളചാട്ട മത്സരത്തിന് അമ്മ ചേർന്നായിരുന്നു. സമ്മാനം കിട്ടിയോ? സമ്മാനം അല്ല കിട്ടിയത്, ഉള്ള മനസമാധാനം പോയത്. അമ്മ തവളചാട്ട മത്സരത്തിൽ ചേർന്നിട്ട് അമ്മ ചാടി 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 ഒരുത്തൻ്റെ കൂടി ചാടി അങ്ങോട്ട് പോയി. ഒരു കിളിയുടെ ഒപ്പം പോയത്, ബസ്സിലെ കിളി. അതിൻ്റെ പോയി കിളി പറന്നു പോകണ പോലെ ഇതിനെ കൊത്തിക്കൊണ്ട് അതങ്ങോട്ട് പോയി. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായി. അതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ആണും പെണ്ണുമായിട്ട് ഈ ഞാൻ മാത്രമേ ഉള്ളൂ. അതെ, അല്ലാലും നിന്നെ കണ്ടാൽ തന്നെ അറിയാം ആണും പെണ്ണും കെട്ടാനാന്ന്. അതെ, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കണ്ട, ഇവിടെ ശരിയാവുന്നു. നമുക്ക് ആ തെങ്ങിൻ്റെ വീട്ടിൽ നിന്ന് സംസാരിക്കാം. ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അവിടെ നിന്ന് സംസാരിച്ചാലേ ശരിയാവില്ല. ചില സ്ഥലങ്ങളിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇവിടെ ഇരിക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഉള്ള കാര്യം തുറന്നു പറയും, ഈ വൃത്തിയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ടോപ്പാണ്. ഒരു ദിവസം ഒരു 5-6 തവണയെങ്കിലും ഞാൻ കുളിക്കും. തമാശ പറഞ്ഞില്ല. പക്ഷെ നിന്നെ കണ്ടാ ജനിച്ചിട്ട് ഇതിനെ കുളിച്ചില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇത് എവിടെ നിന്ന് പടച്ചു കയറി പോണതൊക്കെ? അതെ, ഇവിടെ ഒന്നും ശരിയാവില്ല. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ശരിക്കും പറഞ്ഞ ഇവിടെ, അല്ലേ? നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ആരും ഇങ്ങോട്ട് വരില്ല. അയ്യ, സത്യം പറഞ്ഞ് ഇപ്പോഴൊന്നും എൻ്റെ കല്യാണം നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. എന്തോ ഒരു വല്ലാത്ത ടെൻഷനായിരുന്നു. എപ്പോഴും ഇങ്ങനെ ആലോചിക്കുമ്പോൾ ടെൻഷൻ. അച്ഛൻ പറയാറുണ്ട് കല്യാണത്തിന് മുമ്പ് ഭരതനാട്യമോ ഡാൻസോ കുച്ചിപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നുള്ളത്. ഞാനത് കേട്ട് തന്നെ എല്ലാം കറക്റ്റായിട്ട് പഠിക്കുകയും ചെയ്തു, കംപ്ലീറ്റ്. അച്ഛൻ പറയും ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന്റെ താളത്തിനനുസരിച്ച് നമുക്ക് തുള്ളാൻ പറ്റുള്ളൂ. നീ ശരിക്കും പറഞ്ഞ അടുത്ത് വരുമ്പോണ്ടല്ലോ നല്ല പൂവിന്റെ മണമാണ്. ശവനാരിപ്പൂ. സത്യമായിട്ട് നല്ല പൂവിന്റെ മണമാണ്. ചേട്ടൻ്റെ അച്ഛന്റെ മുഖത്തൊരു പാട് കണ്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചോ, പറഞ്ഞു സൂര്യാഘാതം ഏറ്റുന്നു. എപ്പോഴായിരുന്നു ചേട്ടാ? ഈ ഭാഗത്തായിട്ടാണോ? അയ്യോ, അത് സൂര്യാഘാതം അല്ല. അച്ഛൻ അപ്പുറത്തെ വീട്ടിൽ ഒരു കാര്യമില്ലാണ്ട് ഒളിഞ്ഞു നോക്കിയപ്പോ അമ്മ അവള് നോക്കി ഒരു ഒറ്റ കീറ് കൊടുത്തതാ. ഓ, അപ്പൊ ഭാര്യാഘാതമായിരുന്നല്ലേ? അതെ, ചോദിക്കുന്നുണ്ട്, ഒന്നും തോന്നരുത്. ഈ വീടും സ്ഥലവും കൂടി ഇപ്പൊ അല്ല, ഇത് ശരിക്കും ആരുടെ പേരിലാണ്? ആണല്ലോ അല്ലേ? അപ്പൊ ഇപ്പോഴത്തെ ഒരു വില അനുസരിച്ച് നമുക്കിത് എന്ത് കിട്ടും വിറ്റ് കഴിഞ്ഞാൽ? ഇപ്പോഴത്തെ വില അനുസരിച്ച് ഒരു 78 ലക്ഷം രൂപ. 78 കിട്ടുമല്ലേ? പക്ഷെ ഇപ്പൊ 82 കൊടുത്താലേ കിട്ടുള്ളൂ. 82 കൊടുത്താലേ കിട്ടുള്ളൂ? ഓ, അപ്പൊ 82 കൊടുത്താൽ കിട്ടുമല്ലേ? 78 82 കിട്ടും അപ്പൊ, അല്ലേ? ഈ 78 ലക്ഷത്തിനാണ് കൊണ്ട് ബാങ്കിൽ പണയം വെച്ചത്. അതിന്റെ പലിശ ഉൾപ്പെടെ ഇപ്പൊ 82 ലക്ഷം അങ്ങോട്ട് കൊടുത്താലേ ആധാരം ഇങ്ങോട്ട് കിട്ടുള്ളൂ. ആധാരം ഇവിടെ വെച്ചേക്കണല്ലേ? അല്ല, ഞാൻ അച്ഛനെ കാണുമ്പോൾ കുറച്ച് കാര്യം അച്ഛനോട് ചോദിക്കാനിരിക്കുകയായിരുന്നു. അച്ഛനോട് മിണ്ടരുത് കേട്ടോ. എന്റെ അച്ഛനായതുകൊണ്ട് പറയല്ല, മഹാവൃത്തികെട്ട മനുഷ്യനാ, തമാശല്ല. അതായത് ഒരു എന്താ പറയാ, അച്ഛൻ പെൺപിള്ളേരായിട്ട് സംസാരിക്കുന്നത് പണ്ട് മുതലേ അമ്മക്ക് ഇഷ്ടമല്ലായിരുന്നു. അത് എന്തോ എനിക്കറിയാൻ പാടില്ല, വല്ലാത്തൊരു ഇതാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നീ ഓർക്കും, ഈ മനുഷ്യനാണോ ഞാൻ അച്ഛാന്ന് വിളിക്കണേന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടില്, നീ തെറ്റിദ്ധരിക്കരുത് അച്ഛനെ, തെറ്റിദ്ധരിച്ചാലും കുഴപ്പമൊന്നുമില്ല, അച്ഛൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുക, ഒരു ഉരുള ഉരുട്ടി അണ്ണാക്കിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പുറകെ കൂടി വന്നിട്ട് എന്നോട് ചോദിക്കുക, 36 വർഷമായില്ലടാ നിന്നെയൊക്കെ ഞാൻ തീറ്റി പോയിട്ടുണ്ട്, നിനക്ക് വല്ല പണിക്കും പോയിക്കൂടെ എന്ന്. സത്യം പറഞ്ഞു ഇത് കേട്ടപ്പോണ്ടല്ലോ എൻ്റെ മേലൊക്കെ അങ്ങോട്ട് കോരി തെരിച്ച് വിറച്ച് വല്ലാണ്ടായിപ്പോൾ. ഞാനിതുപോലെ കേട്ടില്ലല്ലോ ഇതിനു മുമ്പ്. പനി പിടിച്ച 4 ദിവസം ഹോസ്പിറ്റലായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ അച്ഛനെ കണ്ടില്ല. എൻ്റെ സ്വഭാവം അറിയാൻ. ഇത് ശരിക്കും
അല്ല ചേട്ടാ അപ്പൊ പണിക്ക് പോകണ്ടേ? പണിക്ക് പോകാതെ നമ്മൾ അല്ല ഞാൻ പണിക്ക് പോയ എനിക്ക് നിന്നെ സ്നേഹിക്കണ്ടേ? എനിക്ക് ഭാര്യനെ സ്നേഹിക്കണം. അല്ല ചേട്ടാ പണിക്ക് പോയിട്ട് വന്നിട്ട് എന്നെ സ്നേഹിച്ചാ മതി. അത് കുറച്ചു നേരമല്ലേ കിട്ടുള്ളൂ. മറ്റേ പണിക്ക് കൊണ്ടിരുന്ന കാലത്തോട്ട് രാത്രി വരെ ഒന്ന് സ്നേഹിക്കാം. അയ്യോ അങ്ങനെ വേണമെന്നില്ല, പണിക്ക് പോയിട്ട് വന്നിട്ട് സ്നേഹിച്ചാലോ? അങ്ങനെ അത് പറ്റൂ. അതെ, ഈ കഴുതി കിടക്കണ മാലേ ശരിക്കും സ്വർണ്ണമാണ്. സത്യമായിട്ട് സ്വർണ്ണം? പറ്റിക്കരുത് തന്നെ. സത്യമായിട്ട് ഇതെന്റെ സ്വർണ്ണമാലയാ. ആ ഇത് സ്വർണ്ണം അല്ലെങ്കിലേ എന്റെ അച്ഛൻ എന്റെ അമ്മയെ പറ്റിച്ചെന്ന് കരുതും. പിന്നെ അച്ഛൻ പറ്റിച്ചാണെന്ന് പറഞ്ഞാ അപ്പൂപ്പൻ പറ്റിച്ചായിട്ട് വരും. അപ്പൂപ്പൻ അമ്മമ്മയ്ക്ക് കൊടുത്തതാ. ആണല്ലേ? ഇനി അപ്പൂപ്പൻ പറ്റിച്ചെന്ന് പറഞ്ഞാ അപ്പൂപ്പന്റെ അച്ഛൻ അമ്മുമ്മയുടെ മതി മതി മതി. സ്വർണ്ണം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് സഹിച്ചോളാം കേട്ടോ. സത്യമായിട്ട് സ്വർണം തന്നെയാ ചേട്ടാ. അതെ, ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഉണ്ടല്ലോ, ആ ഫസ്റ്റ് നൈറ്റിന് ഒരു മഴ ഉണ്ടായിരുന്നെങ്കിലോ? അല്ലേ? മഴ ഉണ്ടായിരുന്നെങ്കിൽ? അയ്യോ വേണ്ട, മഴ ഉണ്ടാവുന്നത് ശരിയാവില്ല. മഴ ചെയ്താൽ പണി കിട്ടും. ബെഡ്റൂം മൊത്തം ചോർന്ന് പണ്ടാറടങ്ങും. തോൽച്ച് ഇതായിട്ട് ഇരിക്കുകയെ ഉള്ള ചട്ടി മുഴുവൻ പെറുക്കി വെക്കേണ്ടി വരും. വേണ്ട വേണ്ട, മഴ വേണ്ട, മഴ ശരിയാവില്ല. ഞാൻ വേറൊരു കാര്യം ചോദിക്കണമെന്ന് ഓർത്തിരിക്കുന്നു. എന്നെ ശരിക്കും നീ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ഓപ്ഷൻ 3 ഉണ്ട്. അതായത് എൻ്റെ ചിരി, പിന്നെ എൻ്റെ നടത്തം, പിന്നെ എൻ്റെ സ്റ്റൈല്, ഇത് 3 ഉണ്ട്. ഇതിലേത് ആണ് നിനക്ക് ഇഷ്ടപ്പെടുക? ഇതിലേതാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്? തിരഞ്ഞെടുക്കാം. ടുണ്ടും ടുണ്ടും മറ്റേ ഇത് നെഞ്ചിന്റെ അടിക്കണ ഒച്ചയില്ലേ? അതെ, കേൾക്കാറില്ല ഇങ്ങനെ പരിപാടിയിലൊക്കെ? ഇത് തെരഞ്ഞെടുത്ത് പറഞ്ഞോ നീ. ചിരി? അയ്യോ അല്ല അല്ല, നടപ്പ് അതുമല്ല. മൂന്നാമത്തത് ഈ സ്റ്റൈല്. സ്റ്റൈലാണല്ലേ എന്നെ ഇഷ്ടപ്പെടാനുള്ള കാര്യം. പിന്നെ ചേട്ടന്റെ ഒരു പെങ്ങള് ഊട്ടിയിലേക്ക് ഒളിച്ചോടി പോയെന്ന് പറയുന്നതല്ലേ? അയ്യോ, അത് വേറെ ഒരു മോശമായ രീതിയിൽ പോയതല്ല. ഇവിടെ ഭയങ്കര ഉഷ്ണക്കാലത്തെ സമയത്ത് ഭീകര ചൂടായിരുന്നില്ല. അപ്പൊ ഈ ചൂട് സഹിക്കാൻ പറ്റാത്ത കാരണം ഞങ്ങളോട് പോലും പറയാതെ ഒരുത്തൻ്റെ കൂടെ ഊട്ടിക്ക് പോയതാ. ചൂട് ആ ഉഷ്ണക്കാലം കഴിഞ്ഞപ്പോൾ തിരിച്ച് വീട്ടിട്ട് വരികയും ചെയ്തു. അതിന് എന്തൊക്കെ പോക്കൃത്തരമാണ് ആൾക്കാർ. ഞാനും കൂടെ അങ്ങ് തെറ്റി. അതെ അതെ. പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എവിടെയാണ് ഫസ്റ്റായിട്ട് ആദ്യത്തെ ആഞ്ഞുവെച്ചെടുത്ത് കൊണ്ടുപോകുന്നത്? ഞാനിതുണ്ടല്ല, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലേ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കണം. കല്യാണം കഴിഞ്ഞാൽ കല്യാണത്തിന്റെ ആദ്യ വാർഷികം ഉണ്ടല്ലോ, ഞാൻ എൻ്റെ പെണ്ണായി വരുന്ന നിന്നെ ഊട്ടിയിലേക്ക് കൊണ്ടുപോകും. എല്ലാരും നിങ്ങൾ പാരമ്പര്യമായിട്ട് ഊട്ടിയിലാ പോകുന്നത്. അപ്പൊ 25ാം വാർഷികത്തിന് ഇവിടെ കൊണ്ടുപോകും. ഊട്ടിയിൽ നിന്ന് തിരിച്ചങ്ങാട് കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അയ്യോ ഇതെന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള്. ഇയാളോ? ഇതെന്താ ഈ ഓലമേഞ്ഞ പെര പോലെയൊക്കെ ഇരിക്കുന്നു? ഇത് ഓലമേഞ്ഞ പെരയൊന്നുമല്ല, ഇത് എന്റെ സ്റ്റൈലാണിത്. ഓലമേഞ്ഞ പെര കാണാൻ ഒഴികെ മോന്തം വെച്ചുകൊണ്ട് വന്നേക്ക്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇതാരാ? നീ മനസ്സിലായില്ല എനിക്ക്. അയ്യോ ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞുപോയി. ഇത് ഞങ്ങൾ കോളേജിൽ ഒരു ബെഞ്ചിൽ ഒരുമിച്ച് ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച പേര് റുഡോൾഫ്. എന്ത് റുഡോൾഫ്? ഇതെന്ത് പേര്? ഈ പേര് ഭയങ്കര ഉഷ്ണകാലത്ത് ഭയങ്കര അനുഗ്രഹമുള്ള ഒരു പേരാണ്. ഈ പേര് പറയുമ്പോ പേര് ചോദിക്കുമ്പോ പേര് കേൾക്കുകയും ചെയ്യാം, കാറ്റും കൊള്ളാം. മനസ്സിലായില്ലേ? എന്റെ പേര് ചോദിക്കൂ. എന്താ പേരെന്താണ്? റുഡോൾഫ്. കേട്ടോ, നല്ല കാറ്റല്ലേ? പിന്നെ ചമ്പക്കര മാർക്കറ്റിൽ നിന്ന് കാറ്റും. പിന്നെ മായ പറയ എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ, ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണാണത്. ഹലോ മിസ്റ്റർ, എന്ത് നിശ്ചയം നടന്നേക്കേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. നിശ്ചയം നടന്നില്ലേ? നിശ്ചയമല്ലേ നടന്നിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ കല്യാണത്തിന്റെ തലേ ദിവസം വരെ ഞങ്ങൾ ഇത് തുടരും. മായ, ഞാൻ കുറച്ച് സ്റ്റിൽസ് എടുത്തോട്ടെ. അയ്യോ വേണ്ട, എനിക്ക് ഹലോ, അമേരിക്ക പോന്നു. ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിൽ ഈവനിംഗിൽ എത്തി. ഞാൻ കുറച്ച് സ്റ്റിൽ എടുത്തിട്ട് കഴിക്കാം. ഭയങ്കര നാണക്കാരിയാ. കുറെ സ്റ്റിൽസ് ഒക്കെ എടുത്തോ. അവൾ എങ്ങോട്ട് പോയാലും അവളുടെ പുറകെ വേണ്ട, എനിക്ക് മായ എവിടെ പോയാലും ഞാൻ എടുക്കും. വേണ്ട റുഡോൾഫ് പ്ലീസ് വേണ്ട. ബാത്റൂമിൽ പോകുമ്പോ ഫോട്ടോ എടുക്കരുത്. നിനക്ക് നേരത്തെ പറയാൻ പാടില്ല. അടിക്കടി വാക്ക് മാറ്റി പറയുന്ന സംസ്കാരം ഇല്ലാത്ത ചേറ്റ.